ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് എൻ്റെ മുന്നൂൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അടുത്ത് 2-3 ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇന്ന് 19-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് കേക്ക് കട്ട് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എനിക്ക് വെളിയിലൊക്കെ പോകണം. ഞാൻ പറയും എനിക്ക് അറിഞ്ഞൂടാ, ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയാണ്, വേറൊന്നുമില്ല. ഇത് രാത്രി ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് നാളെ ആഘോഷിക്കാം, 20-ാം തീയതി ആഘോഷിക്കാം, ഒരു ദിവസം മാറ്റി വയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് ആളിനെ ഒന്ന് മയക്കി കിടത്തിയിരിക്കുകയാണ്. മയക്കല്ല, ഒന്ന് ഇന്നൊരു ആഘോഷം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നാളെ ആഘോഷിക്കാം, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, വരാൻ പറ്റത്തില്ല, ഒന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റാവും എന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ്. ഇന്നെനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അത് അവർക്കറിയാം. അങ്ങനെ ഞാൻ പോയി ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇപ്പം രാത്രി 12 മണിയായി, 12:02 ആശ നല്ല ഉറക്കമാണ്. നമുക്ക് കേക്കും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് അവളെ പോയി വിളിക്കാം. കേക്കൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചു. ഒരു 10 മണിയായപ്പോൾ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പോയി വാങ്ങിച്ചിട്ട് ആശാത്തി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ കൊണ്ട് വെച്ചു. കണ്ടില്ല. ഇഷ്ടപ്പെട്ട ഐറ്റം ഉള്ളത് ഇതിൻ്റെ ചാവും, മിൽക്കി ബാറും കിറ്റ്കാറ്റ്, ഇതില്ലാതെ ഉറങ്ങില്ല. അപ്പോൾ നമുക്ക് കേക്ക് ഒന്ന് പൊട്ടിക്കാം. പറഞ്ഞിട്ടില്ല, ഒരു ചെറിയ ഗിഫ്റ്റും കൂടി ഉണ്ട്. ആദ്യം നമുക്ക് മെഴുകി ക്യാൻഡിലൊക്കെ വെച്ചൊന്ന് കത്തിച്ച് റെഡിയാക്കാം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇതുവരെയ്ക്കും ഒരുമിച്ചുള്ളൊരു ബർത്ത്ഡേ അവൾ ആഘോഷിച്ചിട്ടില്ല. ഞാനോ എന്ന് പറഞ്ഞാൽ അവളുടെ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല, എങ്കിലും നമ്മൾ ഒരുമിച്ചുള്ളൊരു ബർത്ത്ഡേ ഇത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്കും ഉണ്ട്. എന്താകുന്നത് നോക്കാം. എന്തായാലും കേക്കെല്ലാം റെഡി ആയിട്ടൊന്ന് പോവാം. അവളൊന്ന് സർപ്രൈസ് പെടുത്തിയിട്ട് വരാം. ആള് കിടന്ന് ഉറങ്ങണായിരിക്കും പൂച്ച പോലെ. നോക്കാം, ഫാൻ ഓഫ് ചെയ്യാം. മുന്നോ പൂച്ച പൂച്ച, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ബാ ഏജോ ഏജോ കേക്ക് കിട്ടിയ ബാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉറക്കത്തിൽ നിന്ന് എഴിച്ചിരിക്കണോക്ക്. ഹാപ്പി ബർത്ത്ഡേ. കട്ട് ചെയ്യാം. ഒന്നണങ്ങി, അതിനടുത്ത് കത്തിയിരിക്കും. അണങ്ങു ഗൈസ്.
ഓയ് അതൊക്കെ സെറ്റാവും. അയ്യോ ലൈറ്റ്സ് ഹോട്ട്. യാ കട്ടി ഊത് ഊത് കട്ടി. അങ്ങനെ കാണിച്ച് ഹാപ്പി ബർത്ത്ഡേ ഊത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് ബ്രിഡ്ജ് ചെയ്തത് കണ്ടില്ലേ നീ? അത് മലക്കറിയുടെ ഇടയ്ക്കൊണ്ട് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇളക്ക് കൈകൊണ്ട് അതിന് സ്റ്റിക്ക് കൊണ്ട് ഇളക്ക് വരും. അതിന് ഞാൻ പറയില്ലേ, ഇതില്ലാതെ ഉറങ്ങില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആയി. ഇനി ഒന്നുകൂടി പൊട്ടിയില്ലേ? നോക്ക് പൊട്ടിച്ച് നോക്ക്. എഴുതാനൊന്നും പറ്റിയില്ല. പൊട്ടിയില്ലേ? വല്ലാട്ടൊന്നുമില്ല, ചെറിയൊരു ഗിഫ്റ്റേ ഉള്ളൂ. പ്രതീക്ഷ ചെയ്യുന്ന വേണ്ട, 1-2 മുട്ടായി കാണും. എൻ്റെ അടുത്ത് 2-3 ദിവസം കൊണ്ട് ചോദിച്ചു, എനിക്കൊരു എൻ്റെ പഴയ പേഴ്സ് കംപ്ലൈൻ്റ് ആയി, അതിലിപ്പോൾ ഇത് നമ്മുടെ പേനയുടെ ഇങ്കെല്ലാം എല്ലാം ആയി, അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചു വരുമോയെന്ന് എൻ്റെ അടുത്ത് കേട്ട്. ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പോൾ ഒന്നും പൈസയൊന്നുമില്ല, നാട്ടിൽ പോയിട്ട് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ ചെന്നൈ സിറ്റി കാണാൻ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ സൗകർപ്പേട്ടൊക്കെ പോകുമ്പോൾ നോക്കാമെന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് ചുമ്മാ ഇറങ്ങിയപ്പോഴൊന്നും അത് മൈൻഡിൽ വന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. ഇഷ്ടപ്പെട്ട ഓ ഗിഫ്റ്റൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല, ഇതുകൊണ്ട് രക്ഷപ്പെട്ടു. എൻ്റെ വലിയ ബാഗിൽ എൻ്റെ പേഴ്സ് ഇട്ടിങ്ങനെ നല്ല കംപ്ലൈൻറ്റ്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ കാണിച്ചു കൊടുത്താൽ ചേട്ടൻ എനിക്ക് വേറെ വാങ്ങിത്തരുമോ എന്ന് കേട്ടു. അപ്പോൾ അതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് പ്രതീക്ഷ, ഞാൻ ഗിഫ്റ്റ് ഞാൻ ഇതേ പ്രതീക്ഷ. കാരണം ചേട്ടൻ ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞ് പോയി. ഡ്യൂട്ടി അപ്പം ഞാൻ എൻ്റെ മനസ്സിലൊന്നും ഇല്ല, നാളെ ആയിരിക്കും ചിലപ്പോൾ എന്നെ വിഷയം, നാളെ ആയിരിക്കും അതൊക്കെ ഉള്ളതെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ച്. ഡ്യൂട്ടി ഒക്കെ ഉള്ളതുകൊണ്ടേ എങ്കിലും സർപ്രൈസ് ആയിരിക്കും. ഞാൻ നല്ല ഉറക്കാൻ നല്ല മുടിയൊക്കെ. അത് കുഴപ്പമില്ല. മൊബൈലെടുത്ത് നിന്റെ മൊബൈലെടുത്ത് നിനക്ക് എന്നെ പണിയെന്ന്. അപ്പോൾ ശരി, എന്നാൽ ബാക്കി വീഡിയോസ് എല്ലാം ബാക്കി നമുക്ക് നാളെ കാണാം. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ഇനി. ടാറ്റ. ശരി, നിന്റെ അടുത്ത് 4 ദിവസം ഡ്യൂട്ടിക്ക് പോകണം. ഗുഡ് നൈറ്റ്. ടാറ്റ ടാറ്റ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാത്രി എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. ഇനി എൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു ബി.
അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ബിരിയാണി വെക്കാമെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ദിവസം ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്ട് എടുത്തിട്ടാണ്, ചേട്ടൻ വെച്ച് തന്നതാണ്. അത് ഞാൻ ഷോർട്ട് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇടയ്ക്കെങ്ങാനും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് റൈസ് ബാക്കി ഇരിപ്പുണ്ട് ബിരിയാണിയുടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണി വെക്കാമെന്ന്. ചിക്കനും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി വെക്കാം. അപ്പോൾ അവിടെ ബിരിയാണി പോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കുക്കറിലാണ് ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. നമുക്കപ്പോൾ സവാള കട്ട് ചെയ്യാം. എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മുടെ പച്ചമുളക്. നമ്മുടെ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യും കൂടെ ഒഴിക്കുന്നവരുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നെയ്യില്ല, അതുകൊണ്ട് എണ്ണ മാത്രം ഒഴിച്ചു. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇടാം. എനിക്കിത് കറക്റ്റ് അളവ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല. കാരണം ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ചിക്കൻ്റെയും റൈസിൻ്റെയൊക്കെ അളവിലാണ് ഞാനിങ്ങനെ പൊടി നമ്മുടെ മസാല കൂട്ടൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് എമൗണ്ട് എത്ര ഇടണം എന്ന് പറയാറായിട്ടില്ല. നമ്മുടെ ഈ മസാലയുടെ ഒക്കെ പച്ച മണം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി കിട്ടണം, എങ്കിലേ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മുടെ ചിക്കൻ മസാല ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടതേ ഉള്ളൂ. ഈ ചിക്കനും കൂടെ ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് കറക്റ്റ് ഉപ്പ് പാകമായോ നോക്കിയിട്ട് വേണം നമ്മുടെ റൈസ് ഒന്ന് അതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. ചിക്കൻ ഇടാൻ പോവുകയാണ്. ചിക്കൻ ഇട്ട് നമ്മൾ അധികം വെള്ളമൊന്നും യൂസ് ചെയ്യണ്ട, കാരണം ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ നിന്ന് വെന്തോളും. നമ്മൾ മസാല എല്ലായിടും ഒന്ന് നോക്കാം. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടത് കുറച്ച് തൈരാണ്. കുറച്ച് മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ട്. അതിൽ നമുക്കിനി റൈസ് ഇടാം. നമ്മൾ റൈസ് ഇത് കുതിർത്ത് വെച്ചേക്കുന്നതാണ്, അപ്പോൾ നമ്മൾ അതിടാണ്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ റൈസിനേക്കാളും മുകളിൽ നിൽക്കണം വെള്ളത്തിൻ്റെ അളവ്. ആ രീതിക്ക് വേണം ചെയ്യാനുള്ളത്. ബിരിയാണി ആയിട്ടുണ്ട്. ചേട്ടനും എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിനി കഴിക്കട്ടെ. വൈകിട്ട് ഇതാ ഒരു 6:30 കഴിഞ്ഞല്ലേ, 6:45 കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ മലയുടെ മുകളിലുള്ള പള്ളിയിൽ
നമ്മൾ സ്ഥിരം പോണ പള്ളിയാണ്. നാട്ടിലാണെങ്കിൽ ഞാൻ നമ്മുടെ പള്ളിയിൽ കുർബാനയ്ക്ക് കഴിഞ്ഞ ആഴ്ച മമ്മി കുർബാനയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ കുർബാനയ്ക്ക് കൊടുക്കും. അന്ന് സൺഡേ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുരിശടിയിലൊക്കെ പോയി പ്രാർത്ഥിക്കും. അപ്പോൾ അതുകൊണ്ടിപ്പോൾ നമ്മളിവിടെ മലയുടെ മുകളിലുള്ള പള്ളിയിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് പോയിട്ട് വരാം. അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു. ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.